ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, ഒരു യാത്രയുടെ വീഡിയോ ആണ്. യാത്രയുടെ ഫുള്ളൊന്നും ഇതിൽ ഞങ്ങൾ പിടിച്ചിട്ടില്ല, പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എവിടെയെങ്കിലും ഇറങ്ങി കഴിക്കാമെന്ന് വെച്ചാൽ നല്ല കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി കിടന്ന് അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ ഒരു കടയാണിത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-10:30 ആയിട്ടുണ്ടാവും കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു വൃത്തിയുള്ള ഒരു കട കിട്ടി. അപ്പോൾ അവിടെ ചെന്നിരുന്നു. പക്ഷെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവരവിടെ നിന്ന് ചൂടോടെയാണ് ചുട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. എങ്കിലും നല്ല രീതിയിലുള്ള ഫുഡാട്ടോ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫുഡാണ് കിട്ടിയത്. കുപ്പിയുടെ മോഡൽ കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും വെള്ളം കുടിയായി. പിന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ചതിന് ശേഷം ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ളത് ദോശയും ചമ്മന്തിയും സാമ്പാറുമാണ്. പിന്നെ ബെറോട്ട ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ ബെറോട്ട കഴിക്കുമ്പോൾ നമ്മൾ യാത്രയ്ക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതി ഞങ്ങൾ ബെറോട്ട അല്ല ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ദോശയും സാമ്പാറും ചമ്മന്തിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഈ മുട്ടായിയുടെ പേരെന്താണെന്നറിയില്ല, ഈ പഞ്ച് മുട്ടായി പോലെ ഇരിക്കില്ല, ഈ മധുരമുള്ളത്, അതും കൂടി ഒരു പാക്കറ്റ് മക്കൾ വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണിക്കുന്നത് അടുത്ത് ഉടനെ തന്നെ കഴിക്കുന്നതല്ല കേട്ടോ. 3:30 മണിക്കാണ് പിന്നെ ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചത്. കാരണം പോയ സ്ഥലത്ത് ഒത്തിരി ലേറ്റായി. ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. ഊണ് പ്രതീക്ഷിച്ചാണ് പോയത്, പക്ഷേ ഊണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയത് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. പിന്നെ ബെറോട്ടയും ഇറച്ചിക്കറിയും ആയിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ പോയി. പിന്നെ വീട്ടിൽ വരുന്ന സമയത്ത് ഒത്തിരി ലേറ്റായി കേട്ടോ. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം വെളുപ്പിന് 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള തിരിച്ചു വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ബാറ്ററിയിലെ ചാർജൊക്കെ തീർന്നു, ഫോണൊക്കെ പണിയായി. അത് കാരണം ഇത്ര വീഡിയോ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.